ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റേസ് എഡ്യൂക്കേഷൻ. നമുക്ക് എക്സാമിന് ഹാച്ചി കി കഹാനി എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് 4 മാർക്കിന് വരാൻ സാധ്യത നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കഹാനി കെ സന്ദർഭ കെ ആധാർ പ്രൊഫസർ കി പത്നി കി ഡയറി ലിഖെ. പ്രൊഫസറുടെ ഭാര്യയുടെ ഡയറി ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കണം. നമുക്ക് എന്തായാലും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഓപ്ഷണൽ ആയിരിക്കും. ഒന്നുകിൽ ഒരു ഡയറി ആയിരിക്കും, അല്ലെങ്കിൽ സഹി പ്രസ്താവന ലിഖെ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യമായിരിക്കാം, അതല്ലെങ്കിൽ സഹി മിലാൻ കരെ, ഇനി അതല്ലെങ്കിൽ നമ്മളോടൊരു സമാചാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട മർമ്മഭാഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് സമാചാർ തയ്യാറാക്കാനും ഡയറി തയ്യാറാക്കാനും ഒക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡയറി, സമാചാർ, പത്ര ഇത് മൂന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദിനാങ്ക് കൊടുക്കുന്നു, ഡയറിയാണ്. ആജ് ബഹുത് അജീബ് കി ബാത് ഹുയി. അപ്പോൾ പ്രൊഫസറുടെ ഭാര്യ എഴുതാണ്, ഇന്നൊരു തികച്ചും വ്യത്യസ്തമായ കാര്യം നടന്നു. ബഹുത് ദിനോ കെ ബാദ് ആജ് ഖബ്ർ പർ ഫൂൽ ചടാവും സോച്ച്കർ ബാഹർ ഗയി തി. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പൂക്കൾ വെക്കാം എന്ന് കരുതി പുറത്തു പോയിരുന്നു. लेकिन जाते वक्त मैंने देखा हाची अभी भी अपने मालिक के इंतजार में है. പക്ഷേ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടത് എന്താണ്? ഹാച്ചി ഇപ്പോഴും അവൻ്റെ ഉടമയെ കാത്തിരിക്കുകയാണ്. തൻ്റെ ഉടമയെ കാത്തിരിക്കുകയാണ് ഹാച്ചി. ഇസ് ദൃശ്യനെ മേരാ ദുഃഖ് ഓർ ബി ബഡ് ഗയി. ഈ ദൃശ്യം കാരണം ഈ ഹാച്ചിയെ കണ്ടത് എൻ്റെ സങ്കടം വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. मृत्यु होकर 2 साल होने पर भी वह आज भी इंतजार में है. ഈ മരണം സംഭവിച്ചിട്ട് 2 വർഷത്തോളം കഴിഞ്ഞു, എന്നിട്ടും അവൻ ഇപ്പോഴും കാത്തിരിപ്പിലാണ്. മേ ഉൻകെ സാത്ത് ബൈഠ്കർ ബഹുത് രോയ. ഞാൻ അവനോടൊപ്പം ഇരുന്ന് ഒരുപാട് കരഞ്ഞു. കിസി ഉമ്മീദ് മേ വഹി ഇന്തിസാർ കർത്തേ രഹത്തെ ഹെ. എന്ത് വിശ്വാസത്തിലായിരിക്കാം അവൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്? ഉസ് മൂഗ് ജാൻവർ കെ പ്രേം സമർപ്പൺ പ്രതീക്ഷ പർ മുझे അച്ഛരജ് ഹുയി. ആ മൂഗ് ജാൻവർ, ആ മിണ്ടാപ്രാണിയുടെ സ്നേഹവും സമർപ്പണവും പ്രതീക്ഷയും ഒക്കെ കണ്ട് എനിക്ക് അച്ഛരജ് ഹുയി എന്ന് പറഞ്ഞാൽ ആശ്ചര്യം തോന്നി, എനിക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നി എന്നാണ് ഡയറിയിൽ പറയുന്നത്. ഇനി ഇതേ നമ്മുടെ പ്രൊഫസറുടെ ഭാര്യ തന്നെ തൻ്റെ മകൾക്കൊരു കത്ത് എഴുതുന്നതായിട്ടുള്ള ഒരു ചോദ്യം സങ്കല്പിക്കാം. हाची के इंतजार के बारे में प्रोफेसर की पत्नी ने अपनी बेटी के नाम पत्र लिखा, वह पत्र तैयार करे. അപ്പോൾ ഇവിടെ തൻ്റെ പ്രൊഫസറുടെ ഭാര്യ തൻ്റെ മകൾക്കൊരു കത്ത് എഴുതാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാരൻസിനെ വിളിക്കുന്ന ഇപ്പോൾ കോൾ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളോട് പറയും ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതുപോലെ എഴുതുകയാണെങ്കിലോ അപ്പോൾ സ്ഥാന് താരീഖ് കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്രിയ ബേട്ടി എന്ന് നിങ്ങൾക്ക് എഴുതാം. ഞാനിവിടെ പ്രിയ ചോട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ ഒരു ഓമനയിൽ വിളിക്കുന്ന പേരാണ് അല്ലേ. തും കേസേ ഹോ, ടീക് തോ ഹേ നാ എന്നാണ് ചോദിക്കുന്നത്. നീ എങ്ങനെ നിനക്ക് സുഖാണോ, എങ്ങനെ പോകുന്നു? ആജ് മേ പാപ്പാ കി ഖബ്ർ പർ. ഇന്ന് ഞാൻ അച്ഛൻ്റെ പാപ്പ എന്ന് പറയുന്നത് ആരെയാണ്? പ്രൊഫസറെയാണ്. ഖബ്ർ പർ ഫൂൽ ചടാനെ ഗയി തി, ജാത്തെ വക്ത് ഹാച്ചി കോ ദേക്ക. പോകുന്ന സമയത്ത് ഹാച്ചിയെ കണ്ടു. ഗർ ആത്തെ വക്ത് കിത്തനെ ചോട്ടെ തേ വഹ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് എത്ര ചെറുതായിരുന്നു അവൻ. ആജ് ബി ഉസ്കെ മൻമേ പാപ്പാ ഹെ. ഇന്നും അവൻ്റെ മനസ്സിൽ പപ്പ തന്നെയാണ്. വഹ് സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ പാപ്പാ കോ ഇന്തിസാർ കർത്താ രഹ. അവൻ ഇപ്പോഴും നമ്മുടെ പാപ്പയെ കാത്തിരിക്കുകയാണ്. 2 साल होने पर भी वह सर्दी गर्मी बरसात के परवा के बिना इंतजार में है. 2 വർഷത്തോളമായിട്ടും അവന് തണുപ്പോ ചൂടോ പിന്നെ മഴയെയോ ഒന്നും വകവെക്കാതെ അവൻ എന്താക്കുക, ഇന്നും കാത്തിരിക്കുകയാണ്. ആജ് വഹ് മേരെ സാത്ത് ഹോത്തെ തോ കിത്തന അച്ഛാ ലഗേഗ. അപ്പോൾ ഇവിടെ പ്രൊഫസറുടെ ഭാര്യ ചിന്തിക്കുകയാണല്ലേ, ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് ജീവിക്കുകയല്ലേ, അവൻ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടായില്ലായിരുന്നോ, എത്ര നല്ലതായേനെ. ഉനെ ഖാന മിൽത്താ ഹെ യാ നഹി. അവന് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ലയോ. കിസ്കോ പത്താ ഹെ. ആർക്കറിയാം. തും സ്റ്റേഷൻ കെ പാസ് ജാത്തെ തോ ഉനെ കുച്ച് ഖിലാന. നീ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോകുകയൊക്കെ ആണെങ്കിൽ ആ വഴിയിലൊക്കെ ആ പരിസരത്തൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവനെ നീ വല്ലതും കഴിപ്പിക്കണം. ഉൻകെ പ്രേം സമർപ്പൺ പ്രതീക്ഷ പർ മുझे
ആശ്ചര്യ ഹെ, അവൻ്റെ സ്നേഹവും സമർപ്പണവും അല്ലെ അതിലൊക്കെ എനിക്ക് എന്താണ് പ്രതീക്ഷയിലൊക്കെ വല്ലാത്ത ആശ്ചര്യമാണ് തോന്നുന്നത് തുമാരി മാ എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതും. അപ്പോൾ ഇവിടെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ആൻസർ നോക്കി. ഇനി നമുക്ക് പറയാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഒരു നമ്മുടെ കഹാച്ചിയുടെ പ്രതിമ സ്റ്റേഷന് പുറത്ത് പണിതിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമാചാർ തയ്യാർ കരെ, ഒരു പത്രവാർത്ത തയ്യാറാക്കുവാനാണ്. 9 साल का अजीब इंतजार അല്ലെ, 9 साल का अजीब इंतजार, 9 വർഷത്തെ ആശ്ചര്യപ്പെടുത്തുന്ന കാത്തിരിപ്പ്. ടോക്കിയോ. അപ്പോൾ എവിടെ നമ്മളൊരു ന്യൂസ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ പേപ്പറിൽ കാണുന്നതല്ലേ, എവിടെയാണോ സംഭവം നടന്നത് ആ സംഭവത്തെ വേണം നമ്മൾ പറയാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ടോക്കിയോ എന്ന് കൊടുത്തു. 9 साल का अजीब इंतजार कल खत्म हुआ, 9 മാസത്തെ ആ ആശ്ചര്യപ്പെടുത്തുന്ന കാത്തിരിപ്പ് ഇന്നലെ അവസാനിച്ചു. യഹാം ഇന്തുസാർ കർനെ വാല ഹാച്ചി നാമ കാ ഏക് വഫാദാർ കുത്താത്ത, ഇവിടെ കാത്തിരുന്നു എന്ന് പറയുന്നത് ഹാച്ചി എന്ന പേരുള്ള വിശ്വസ്തനായ ഒരു നായയാണ്. ഹാച്ചിനെ അപ്നെ മാലിക് പ്രൊഫസർ യുഎൻഒ കെ ഇന്തുസാർ മേ ബൈഠെ ബൈഠെ ദം തോട് ദിയ, ഇവിടെ ഹാച്ചി എന്ന് പറയുന്ന നായ തൻ്റെ ഉടമയായ പ്രൊഫസറെ കാത്ത് ഇരുന്ന് ദം തോട് ദിയ, ജീവൻ വെടിഞ്ഞു. ജപ്പാൻ की राजधानी टोक्यो में शिबुया स्टेशन से പ്രൊഫസർ കോ 9 साल पहले यह पिल्ला मिला था. അപ്പോൾ ജപ്പാന്റെ രാജധാനിയായിട്ടുള്ള ടോക്കിയോയിലെ ഷിബുയ എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ പുറത്ത് നിന്ന് 9 വർഷം മുന്നെയാണ് പ്രൊഫസർക്ക് ഇങ്ങനെ ഒരു നായക്കുട്ടിയെ കിട്ടുന്നത്. ഹാച്ചി പ്രൊഫസർ കെ സാത്ത് ഹർ ദിൻ സ്റ്റേഷൻ ആത്തേ തെ, ഈ പറഞ്ഞിരിക്കുന്ന ഈ മരണപ്പെട്ട ഹാച്ചി എന്ന് പറയുന്ന നായ എല്ലാ ദിവസവും തൻ്റെ പ്രൊഫസറോടൊപ്പം സ്റ്റേഷനിൽ വരുമായിരുന്നു. പ്രൊഫസർ ദഫ്തർ ജാനെ കെ ബാദ് ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ഉൻകെ ഇന്തുസാർ മേ ബൈഠത്തെ തെ, ഇനി പ്രൊഫസർ കോളേജിലേക്ക് പോകുമ്പോൾ ഹാച്ചി പ്രൊഫസറെയും കാത്ത് ആ സ്റ്റേഷനിൽ പുറത്ത് തന്നെ കാത്തിരിക്കുമായിരുന്നു. 9 साल पहले പ്രൊഫസർ കാ ദേഹാന്ത് ഹോ ഗയ, 9 വർഷം മുന്നേ പ്രൊഫസർ മരണപ്പെടുന്നു. ലേക്കിൻ ഹാച്ചി കോ യഹ് ബാത് പതാ നഹീ താ, പക്ഷേ ഹാച്ചിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. വഹ് പിछले 9 साल और 9 महीने റോസ് പ്രൊഫസർ കെ ഇന്തുസാർ മേ ബൈഠാ താ, അവൻ കഴിഞ്ഞ 9 വർഷവും 9 മാസവും ഈ കാര്യം അറിയാതെ പ്രൊഫസറെ കാത്തിരിക്കുകയായിരുന്നു. प्रोफेसर और हाची के अजीब प्रेम और वफादारी की कहानी 9 सालों से लोगों के अंदर आश्चर्य था. എന്താണ് ഇവിടെ പ്രൊഫസറുടെയും ഹാച്ചിയുടെയും ഈ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഈ സ്നേഹത്തിൻ്റെ ഈ വിശ്വസ്തതയുടെ ഈ കഥ 9 വർഷവും 9 മാസമായിട്ട് ആളുകളുടെ ഉള്ളിൽ ആശ്ചര്യം ഉളവാക്കുന്നതായിരുന്നു. ഇസ് കഹാനി കെ ബാരെ മേ സുൻകർ ദൂർ ജഗഹ സെ ഭി ലോഗ് ആയേ തെ, ഈ കഥയുടെ ഈ ഒരു കഹാനി കേട്ടിട്ട് ദൂരെ നാടുകളിൽ നിന്ന് പോലും ആളുകൾ ഹാച്ചിയെ കാണാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ സമാചാർ, ഡയറി, പത്ര, ഈ 3 ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് പഠിക്കാം. നിങ്ങൾ ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോസ് സെൻഡ് ചെയ്യുക. പിന്നെ അത് കൂടാതെ നിങ്ങളുടെ ലൈവ് ക്ലാസ്സുകളിൽ, ഞങ്ങളുടെ മാരത്തോൺ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ലൈവ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.